Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് പനീർ മട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഇത് ക്വിക്ക് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളൊരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലൊരു 200 ഗ്രാം പനീർ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പനീറൊന്നും ആ തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് കിടന്നൊന്നും തിളയ്ക്കണം. അപ്പോൾ നമുക്ക് ആ പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. 2 മിനിറ്റ് മതി കേട്ടോ. അതിന് ശേഷം നമുക്കിത് വേറെ അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് കോരിയെടുക്കാം. നമ്മുടെ പനീർ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ആദ്യം നേരെ ഇതിലേക്ക് തിളച്ച വെള്ളത്തിലിടണ്ട. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ ഗ്യാസ്മേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ അല്ല കേട്ടോ, നമ്മുടെ കുക്കിംഗ് ഓയിൽ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കി അതിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇടുന്നത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ജിഞ്ചറും ഗാർലിക്കും ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ഒരു സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സബോള ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് പിങ്ക് കളറൊന്നും ആവട്ടെ. ആദ്യം പാടില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പം നമ്മുടെ സബോളൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് ഓൾറെഡി ഒരു ഹാഫ് കുക്ക്ഡ് ആയിരിക്കും ഫ്രീസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഉണക്ക ഗ്രീൻ പീസ് എടുക്കണമെന്ന് വെച്ചാൽ തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുക്കറിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിൽ എടുത്തിട്ട് വേവിച്ച നമ്മുടെ പനീരും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പനീർ ഇങ്ങനെ ഇടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടി നമ്മൾ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഊറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് കസൂരി മേത്തിയാണ്. ഇത് കയ്യിലിട്ടിട്ടൊന്നും നമ്മൾ എപ്പോഴും ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം ഇടാനായി. ഇതൊക്കെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇനി നമുക്കൊരു 1/2 സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.